നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമ മുതൽ തന്നെ ശ്രദ്ധിച്ച പേരാണ് വിനായക് ശശികുമാർ. ഒരു സിനിമയിലെ പാട്ട് എഴുതിയത് ആരാണെന്ന് നോക്കണമെങ്കിൽ ഒന്നുകിൽ അതിലെ വരികൾ അത്രത്തോളം റിലേറ്റ് ചെയ്യാൻ കഴിയുന്നതാകണം, അല്ലെങ്കിൽ അത്രത്തോളം അത്ഭുതപ്പെടുത്തുന്ന വാക്കുകളുടെ ചേർത്തുവെക്കൽ അതിൽ കാണണം. കേട്ടുപഴകിയ വാക്കുകൾ നിറച്ച പാട്ടാണെങ്കിൽ അത് എഴുതിയതാരാണെന്ന് പൊതുവെ നോക്കാറില്ല. എന്നാൽ ഇന്നത്തെ യുവ എഴുത്തുകാരിൽ മിക്കവരും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന വാക്കുകൾ ഭംഗിയിൽ ചേർത്ത് വെച്ച് പാട്ടുണ്ടാക്കുന്നവരാണ്. പരാരി, വിനായക്, മജു, സുഹൈൽ ഇവരെല്ലാം ഇന്നത്തെ തലമുറയോട് ശക്തമായി സംവദിക്കാൻ കഴിവുള്ള എഴുത്തുകാരാണ്. ഇന്നലെ കേട്ട ഒരു പ്രസംഗത്തിൽ TP ശാസ്തമംഗലം എന്ന നിരൂപകൻ ഇന്നത്തെ എഴുത്തുകാരെയെല്ലാം അടച്ചാക്ഷേപിക്കുന്നുണ്ട്. വിനായക് ശശികുമാർ എഴുതിയ പാട്ടുകളാണ് അദ്ദേഹം ഉദാഹരണമായി എടുത്തിട്ടുള്ളത്. എഴുത്തുകാരനെ റാസ്കൽ എന്നുപോലും ഇദ്ദേഹം വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിനായകിൻ്റെ പാട്ടുകളെക്കുറിച്ചുള്ള വിശകലനമാണ് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു എഴുത്തുകാരനും അവൻ നിലനിൽക്കുന്ന സമൂഹത്തോടാണ് സംവദിക്കേണ്ടത്. അവർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. ആൽത്തറ, ഓത്തുപള്ളി, പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന മയിൽപ്പീലി, കുളത്തിൽ നിന്ന് ഈറനണിഞ്ഞു വരുന്ന 17കാരി തുടങ്ങിയ പ്രയോഗങ്ങളൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന സങ്കല്പനങ്ങളല്ല. ഇത്തരം പ്രയോഗങ്ങൾ ഇന്നത്തെ ലോകത്ത് ഔട്ട്ഡേറ്റഡ് ആണ്. ഇത് തിരിച്ചറിയുക എന്നതാണ് ഇന്നത്തെ ഏതൊരു എഴുത്തുകാരൻ്റെയും ആദ്യ കടമ്പ. അത് തിരിച്ചറിഞ്ഞവരാണ് ഇന്നത്തെ എഴുത്തുകാരിൽ മിക്കവരും. എന്നാൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന വരികൾ എഴുതുന്നതോടൊപ്പം ആ വരികൾക്ക് തന്നെ ആഴമുള്ള അർത്ഥം നൽകാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഇന്നത്തെ എഴുത്തുകാരെ വേറിട്ടു നിർത്തുന്നത്. ഉദാഹരണത്തിന് വിനായക് ശശികുമാർ രോമാഞ്ചത്തിൽ എഴുതിയ ഈ വരിയൊന്ന് കേട്ടുനോക്കൂ. നഗരമിതൊന്നാന്തരം അംബാനികൾ 100,000 അതിലൊരു ധാരാവിയിൽ നീരാവിയായി ജീവിതം മുന്നിലെ കണ്ണാടിയും പുച്ഛം തരും കോലം മുഖം. എത്ര മനോഹരമായാണ് നിരാശയിൽ വീണൊരു ജീവിതത്തെ വിനായക് വർണ്ണിക്കുന്നത്. ഒരുപാട് സാഹിത്യവാക്കുകളുടെ ഭാരമോ തലചുറ്റലോ ഇല്ലാതെ വളരെ നിസ്സാരമായ വാക്കുകൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയാണ് വിനായക് ഇവിടെ പ്രാസമൊപ്പിച്ച് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. ബാംഗ്ലൂരിൽ വലിയും കുടിയുമായി ജീവിക്കുന്ന അവിവാഹിതരും ജോലിയില്ലാത്തവരുമായ യുവാക്കളുടെ അവസ്ഥ വിവരിക്കാൻ ഈ വാക്കുകളും വരികളും ധാരാളമാണ്. അല്ലെങ്കിൽ ഈ വാക്കുകൾ കൊണ്ട് മാത്രമേ അവരെപ്പോലെയുള്ള ആളുകൾക്ക് അവരുടെ അവസ്ഥ റിലേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആവേശത്തിലും ഈ എഴുത്തിന്റെ മാന്ത്രികത വിനായക് ഉപയോഗിക്കുന്നുണ്ട്. കൗമാരം കഴിഞ്ഞ് യുവത്വത്തിലേക്ക് കടക്കുന്ന 3 കുട്ടികൾ ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിൽ എത്തിയിരിക്കുകയാണ്. അതുവരെ അവരെ ഒന്നും ചെയ്യാൻ അനുവദിക്കാത്ത മാതാപിതാക്കളോ ബന്ധുക്കളോ നാട്ടുകാരോ ഇനി അവർക്ക് മുന്നിലില്ല. അത്തരമൊരു അവസ്ഥയിൽ പിന്നെ എങ്ങനെയാണ് അവരുടെ സ്വാതന്ത്ര്യം വിവരിക്കുക? തെറ്റോ ശരിയോ എന്നുള്ളത് രണ്ടാമത്തെ ചർച്ചയാണ്. തെറ്റാണെങ്കിൽ പോലും ആവേശത്തിലെ അധോലോകം എന്ന പാട്ടും വിനായകിൻ്റെ മാന്ത്രിക എഴുത്തിനാൽ ഇഷ്ടപ്പെട്ട ഒന്നാണ്. നൈമിഷിക നിലനിൽപ്പ് മാത്രമുള്ള വാക്കുകൾ ഉപയോഗിച്ച് പാട്ടുണ്ടാക്കുന്നു എന്നാണ് TP ശാസ്തമംഗലം ഇന്നത്തെ എഴുത്തുകാർക്കെതിരെ ഉന്നയിക്കുന്ന മറ്റൊരാരോപണം. അത് അദ്ദേഹം പൊട്ടക്കിണറ്റിലെ തവളയായതുകൊണ്ട് മാത്രം തോന്നുന്ന ഒന്നാണ്. കടിച്ചാൽ പൊട്ടുന്ന വാക്കുകൾ ചേർത്ത് വെച്ച് വെടിച്ചില്ല് പാട്ടുകൾ ഉണ്ടാക്കുന്ന അതേ വിനായക് തന്നെയാണ് ഈ പാട്ടും എഴുതിയത്. പലപ്പോഴും ഈ വരികൾ കേൾക്കുമ്പോൾ അറിയാതെ കണ്ണു നിറയാറുണ്ട്. വിഷ്ണു വിജയുടെ സംഗീതവും സൂരജിൻ്റെ ശബ്ദവും ചേരുമ്പോൾ ഈ വരികൾ ജീവനോടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് പോലെ തോന്നാറുണ്ട്. അതുതന്നെയാണ് ഒരു എഴുത്തുകാരൻ്റെ വിജയം. ശക്തിയുള്ളവന്റെ കുട പിടിക്കും അൽപ്പരെ, കണ്ണുനീരിനൊപ്പ് കറിയിലിട്ട സ്വാർത്ഥരെ, നന്ദി മാഞ്ഞു ഭൂതകാലം ഇന്നിവന്റെ ഊഴം
കൺതുറന്ന് കണ്ണിറച്ച് കാണുക മോനെ ജാട. ഈ പാട്ട് എഴുതിയ അതേ പേന കൊണ്ട് തന്നെ ആരാധികെ എന്ന പാട്ടിലെ ഈ വരിയും വിനായക് എഴുതുന്നത്. ഇടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ലയെങ്കിലെന്നിലെ പ്രകാശമില്ലേ നീ. കുമ്പളങ്ങിയിലെ ഈ പാട്ട് ശ്രദ്ധിച്ചു നോക്കൂ. എഴുതാ കഥ പോലിതു ജീവിതം, വെറുതെ അലിയാമതിലിനിയാഴമായി ആർദ്രമായി നിനയാതൊരു നാൾ അത് താരിടും പതിയെ പതിയെ അത് തേൻ തരും. എത്ര തന്നെ പറഞ്ഞാലും എഴുതിയാലും തീരാത്ത കഥയാണ് ജീവിതം. എഴുതാത്ത കഥ പോലെ, പെയ്തു തീരാത്ത മഴ പോലെ, ജീവിച്ച് തീരും വരെ പറഞ്ഞു മുഴുമിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് ജീവിതം. എവിടെ മുതലാണ് ഒരാൾ ജീവിച്ചു തുടങ്ങുന്നത് എന്ന് അയാൾക്ക് തന്നെ അറിയില്ല എന്നതാണ് സത്യം. ജീവിതത്തിൻ്റെ ഒരധ്യായം പിന്നിട്ടതിന് ശേഷമായിരിക്കും ആലോചിക്കുക കുറച്ചുകൂടെ നല്ല പോലെ ജീവിക്കാമായിരുന്നുവെന്ന്, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയതെല്ലാം ജീവിതമായിരുന്നുവെന്ന്. അവിടെയാണ് ജീവിതത്തിൻ്റെ മാന്ത്രികത. എവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കുന്നുവോ അവിടെ മുതൽ ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടം തുടങ്ങും. ആ ഘട്ടം ഒരിക്കലും അവസാനിച്ച അധ്യായം പോലെ ആയിരിക്കില്ല. വിചാരിക്കാതെ ജീവിതം തളിരിടും. പതിയെ പതിയെ നമ്മൾ ഉദ്ദേശിച്ച ദിശയിലേക്ക് ജീവിതം നമ്മെ നയിക്കും. ജീവിതവും നമ്മളും ഒരേ ട്രാക്കിലോടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ജീവിക്കും. ജീവിതത്തിൻ്റെ ഈ മാന്ത്രികത എത്ര മനോഹരമായാണ് വിനായക് ഈ പാട്ടിലൂടെ വരച്ചിടുന്നത്. ഒരു പാട്ടുകൊണ്ട് ആരെയും വിലയിരുത്തരുത്. ആ സിനിമയ്ക്ക് ആവശ്യമായ പാട്ടാണ് അയാൾ എഴുതി കൊടുക്കുന്നത്. അതുതന്നെയാണ് ഒരു എഴുത്തുകാരൻ്റെ കഴിവും. ഒരാളെ പൊക്കി വെക്കാൻ വേണ്ടി ആരെയും ഇടിച്ചു താഴ്ത്തരുത്, അത് ഏത് നിരൂപകനായാലും. എന്താണ് വിനായക് ശശികുമാർ എന്ന എഴുത്തുകാരനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നന്ദി.